നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് കാണാവുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. ഇതിനൊരു പക്ഷേ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ചെമ്പരത്തി കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചെമ്പരത്തി താളിയാണ്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് പണ്ടൊക്കെ ഷാമ്പൂവിന് പകരം താളി വെച്ചൊക്കെ കുളിച്ചത്. എന്നാൽ ചെമ്പരത്തിപ്പൂ നമുക്ക് എഡിബിൾ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറമേയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂ വാങ്ങാൻ കിട്ടും. അതും ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ കിട്ടും. അത് വെള്ളത്തിലിട്ട് കുടിച്ചാൽ ബ്ലഡ് പ്രഷറിനൊക്കെ ഒരുപാട് നല്ലതാണ്. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് ഇതിന്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്ര അധികം പ്രൊമോഷൻ ഈ ചെമ്പരത്തിപ്പൂവിന് കൊടുക്കണമെന്നല്ലേ? കാര്യമുണ്ട്. ചൂടുകാലൊക്കെ അല്ലേ വരാൻ പോണേ. അപ്പോൾ ഒരു നല്ല സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കാം. അത് നമ്മുടെ ചെമ്പരത്തി വെച്ചിട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ചെമ്പരത്തിക്ക് ഇത്ര പ്രൊമോഷൻ? അപ്പോൾ ചെമ്പരത്തി സ്ക്വാഷ് ആണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 20-25 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത് കൂടുതൽ എടുക്കാം, അതൊരു പ്രശ്നമല്ല. പിന്നെ അതേപോലെ 2 ഗ്ലാസ് വെള്ളം, 1/4 കിലോ പഞ്ചസാര, പിന്നെ ഒരു 6 ചെറുനാരങ്ങയുടെ നീര്. ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പരത്തി ഹൈബിസ്കസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ ഈ പറഞ്ഞ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം നല്ലപോലെ ചൂടാവുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കണം പഞ്ചസാര, അതായത് ഓൾമോസ്റ്റ് 1/4 കിലോ പഞ്ചസാര ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഓൾമോസ്റ്റ് അല്ല, 1/4 കിലോ പഞ്ചസാര തന്നെ എടുക്കുക. പഞ്ചസാര നന്നായിട്ട് ആ ചൂടുവെള്ളത്തിൽ അലിയിക്കുക. അപ്പം പഞ്ചസാര നല്ലപോലെ അതിലലിയട്ടെ. അതിൻ്റെ തരിയൊക്കെ നല്ലപോലെ അലിഞ്ഞു പോകണം. നമുക്കിവിടെ പഞ്ചസാര പാവിൻ്റെ ആവശ്യമൊന്നുമില്ല. പഞ്ചസാര അലിഞ്ഞു വന്നു, ഇത് തിളച്ചു തുടങ്ങി. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ ഇതളില്ലേ, ഇതള് മാത്രം മതി കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ഇതള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. വെള്ളമായിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളറ് വെള്ളത്തേക്ക് വരണത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെള്ളത്തിന് ഇതാ വരണ കണ്ടോ. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കളറ് ഇതിലേക്ക് പിടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവിയോടെ പാത്രം അടച്ചു വെക്കുക ഒരു 15 മിനിറ്റ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ പൂവിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല ചുവപ്പായിരുന്ന ഇലകളൊക്കെ ഇപ്പോൾ മഞ്ഞ കളറായി മാറി. അതിൻ്റെ കളറും അതിൻ്റെ ഗുണവും ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചസാര വെള്ളത്തേക്ക് ചേർന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇത് സ്ക്വാഷ് പോലെയാണ്, അതായത് വെള്ളം ചേർത്ത് കുടിക്കുന്നതാണ്. അപ്പോൾ 2 മാസം വരെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൂടുകാലത്ത് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആക്കി മാറ്റാം. അപ്പോൾ അത് അരിച്ചെടുത്തതിലേക്ക് ഞാൻ നാരങ്ങനീര് ചേർക്കുകയാണ്. ഇത് പകുതി നാരങ്ങനീരേ ചേർത്തിട്ടുള്ളൂ. കുറച്ചേശ്ശെ ഞാൻ ചേർക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരുമിച്ച് ഒഴിക്കാം കേട്ടോ. അപ്പം നാരങ്ങനീര് ചേർത്തപ്പോൾ തന്നെ ഡാർക്ക് മെറൂൺ കളർ ഉണ്ടായിരുന്നത് ചുവന്ന കളറായിട്ട് മാറി. അപ്പം ബാക്കി നാരങ്ങനീരും കൂടി ഒഴിച്ചു. അപ്പം നാരങ്ങാനീര് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ജ്യൂസ് അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ്. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു 1/4 ഗ്ലാസ് ജ്യൂസിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് റെഡി ആയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു സമ്മർ ഡ്രിങ്കാണ്. നല്ല റിഫ്രഷിംഗ് ആണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.